ബഹ്റൈനിൽ അനധികൃത താമസക്കാരെയും നിയമവിരുദ്ധമായി ജോലി ചെയ്യുന്നവരെയും കണ്ടെത്തുന്നതിനായി ഫെബ്രുവരി 25 മുതൽ മാർച്ച് 2 വരെയുള്ള ആഴ്ചയിൽ 1317 പരിശോധനാ ക്യാമ്പയിനുകളും സന്ദർശനങ്ങളും നടപ്പാക്കിയതായി ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി അറിയിച്ചു. ഈ കാലയളവിൽ 189 നിയമലംഘകരെ നാടുകടത്തുകയും ചെയ്തു. പരിശോധനാ ക്യാമ്പയിനുകളും സന്ദർശനങ്ങളും തൊഴിൽ, താമസ നിയമങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട നിരവധി ലംഘനങ്ങൾ കണ്ടെത്തുന്നതിന് കാരണമായി. കണ്ടെത്തിയ നിയമലംഘനങ്ങൾക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിച്ചു. എല്ലാ ഗവർണറേറ്റുകളിലെയും വിവിധ ഷോപ്പുകളിൽ 1289 പരിശോധനാ സന്ദർശനങ്ങൾ നടത്തിയതായി അതോറിറ്റി വിശദീകരിച്ചു. കൂടാതെ 28 സംയുക്ത പരിശോധനാ ക്യാമ്പയിനുകളും സംഘടിപ്പിച്ചു. നാഷണാലിറ്റി, പാസ്പോർട്ട് ആൻഡ് റെസിഡൻസ് അഫയേഴ്സ്, ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഫോറൻസിക് എവിഡൻസ്, ആഭ്യന്തര മന്ത്രാലയത്തിലെ സെന്റൻസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, ഗവർണറേറ്റിലെ ബന്ധപ്പെട്ട പോലീസ് ഡയറക്ടറേറ്റ്, വ്യവസായ വാണിജ്യ മന്ത്രാലയം, നോർത്ത് ഏരിയ മുനിസിപ്പാലിറ്റി, ജാഫ്രിയ വഖഫ് ഡയറക്ടറേറ്റ് എന്നിവയുമായി സഹകരിച്ചാണ് വ്യാപക പരിശോധന. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ബഹ്റൈനിലെ ആതുര സേവന രംഗത്ത് മികച്ച ആരോഗ്യ പരിരക്ഷണം വാഗ്ദാനം ചെയ്തുകൊണ്ട് മനാമയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരേയൊരു മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെന്ററാണ് അൽ റബീഹ് മെഡിക്കൽ സെന്റർ. ബഹ്റൈനിലെ ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബ് റോയൽ കോർട്ട് മന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ അഹമ്മദ് അൽ ഖലീഫയുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിൽ പുരോഗമിച്ച ബഹ്റൈൻ ഇന്ത്യ ബന്ധങ്ങളെ മന്ത്രി പ്രശംസിച്ചു. അംബാസിഡറുടെ നയതന്ത്ര ചുമതലകളിൽ വിജയിക്കട്ടെയെന്ന് ഷെയ്ഖ് ഖാലിദ് ബിൻ അഹമ്മദ് ആശംസിച്ചു. ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷൻ വനിതാ വിഭാഗം ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് പ്രസംഗ മത്സരം സംഘടിപ്പിക്കുന്നു. പ്രവാസി മലയാളി വനിതകൾക്കായി സംഘടിപ്പിക്കുന്ന മത്സരം ഓൺലൈനിലായിരിക്കും. കുടുംബത്തിലും സമൂഹത്തിലും സ്ത്രീകളുടെ പങ്ക് എന്ന വിഷയത്തിൽ സംഘടിപ്പിക്കുന്ന മത്സരത്തിന്റെ വിശദ വിവരങ്ങൾ അറിയാൻ 33538916 അല്ലെങ്കിൽ 33049521 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണമെന്ന് സംഘാടകർ അറിയിച്ചു. ഫ്രണ്ട്സ് സ്റ്റഡി സർക്കിൾ റിഫ ഏരിയയുടെ ആഭിമുഖ്യത്തിൽ അന്തിമ വിജയം തക്വയുള്ളവർക്കാണ് എന്ന തലക്കെട്ടിൽ പൊതുപ്രഭാഷണം സംഘടിപ്പിച്ചു. പ്രമുഖ പണ്ഡിതനും പ്രഭാഷകനുമായ താജുദ്ദീൻ മദീനി വിഷയം അവതരിപ്പിച്ചു. റമദാനെ വരവേൽക്കാൻ ഭൗതികമായ തയ്യാറെടുപ്പുകൾക്കപ്പുറം മാനസികമായ തയ്യാറെടുപ്പുകൾക്കാണ് മുൻഗണന നൽകേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. റിഫ ഏരിയ പ്രസിഡന്റ് അബ്ബാസ് മലയിൽ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഏരിയ സെക്രട്ടറി നജാഹ് സ്വാഗതം പറഞ്ഞു. ബഹ്റൈനിലേക്ക് വിസിറ്റ് വിസയിലെത്തി അസുഖം കാരണം ദുരിതത്തിലായ വടകര സ്വദേശി അബ്ദുള്ളയെ സന്നദ്ധ പ്രവർത്തകർ ചേർന്ന് നാട്ടിലേക്ക് അയച്ചു. നാട്ടിലേക്ക് പോകാനായി 2 പ്രാവശ്യം എയർപോർട്ടിലെത്തിയ അദ്ദേഹം അസുഖം കാരണം തിരിച്ചു പോരുകയും സൽമാനിയ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും തലയിൽ 2 സർജറി നടത്തുകയും ചെയ്തിരുന്നു. വടകര സ്വദേശി വിനോദിനൊപ്പം എയർ ഇന്ത്യ എക്സ്പ്രസ് കോഴിക്കോട് വിമാനത്തിലാണ് അദ്ദേഹത്തെ യാത്രയച്ചത്.